ആണ്. ഇപ്പോൾ പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ജയറാമിനോട് നമ്മൾ ചോദിച്ചപ്പോൾ വ്യക്തമായൊരു കാര്യം, ഉദ്ഘാടനത്തിനും പൂജയ്ക്കുമായി വിളിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുതെ അങ്ങ് വിളിച്ചതല്ല. ജയറാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിളിച്ചു, അയ്യപ്പൻ എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ശബരിമലയിൽ ഇനി കുറേ നാൾ വയ്ക്കാൻ പോകുന്ന ഈ കാര്യത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ജയറാമാണെന്ന് അയ്യപ്പൻ സ്വപ്നത്തിൽ ദർശനം കൊടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അത് കേട്ട ഉടനെ ജയറാം ഓടിപ്പോയതാണ്. ജയറാമിനെ പോലൊരു വലിയ അയ്യപ്പ ഭക്തനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബോധപൂർവം ഇതിന്റെ ഉൾപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അവിടെ പൂജ മാത്രമല്ല നടന്നത്, ഉദ്ഘാടനവും നടന്നു എന്ന് ജയറാം വിശദീകരിക്കുന്നുണ്ട്. ഇത് സ്മാർട്ട് ക്രിയേഷൻസ് വെളിപ്പെടുത്തിയ പ്രകാരമാണെങ്കിൽ 2019 ജൂൺ മാസത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ദേവസ്വം ബോർഡ് ഈ തീരുമാനമെടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനെല്ലാം തീരുമാനം ബോർഡ് ഭരണസമിതി എടുത്തതിന് ശേഷം പിന്നീട് ഒരു ഉത്തരവിറക്കി ഈ വിജയ് മല്യയുടെ സ്വർണം പൊതിഞ്ഞ പാളി ചെമ്പുപാളിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുപാടുള്ള തീരുമാനം ഒരു രേഖാമൂലമുള്ള ഉത്തരവിറക്കുക എന്നൊരു പ്രൊസീജിയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള പ്രവർത്തികളെല്ലാം തന്നെ നേരത്തെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഗോൾഡ് പ്ലേറ്റഡ് ഷീറ്റ്സിന്റെ ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ് 2019 ജൂൺ മാസത്തിൽ ഈ ഫോട്ടോയും അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകളും രേഖപ്പെടുത്തുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻ രേഖപ്പെടുത്തുമ്പോൾ ഈ ഈ ചെമ്പ് പാളി, ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളി അഴിച്ചെടുക്കും മുൻപ് തന്നെ പൂശുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ അവിടെ തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആ ഫോട്ടോയും അതിൻ്റെ അടിക്കുറിപ്പും വരുന്ന ആ ഡേറ്റ് വളരെ പ്രധാനമാണ്. ദേവസ്വം ബോർഡ് ഉത്തരവിറക്കുന്നത് ജൂലൈ മാസം 5-ാം തീയതിയാണ്. ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളി അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്നത് ജൂലൈ മാസം 19-ാം തീയതിയാണ്. ഇത് ഒരു മാസം മുമ്പ് നടന്ന സംഭവമാണ്. അങ്ങനെ വരുമ്പോൾ അത് എന്തായാലും ഒരു മാസമോ അല്ലെങ്കിൽ അതിന് മുൻപ് നടന്ന സംഭവം, ഈ ഗോൾഡ് പ്ലേറ്റിംഗ്, ഇത് സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള ഗോൾഡ് പ്ലേറ്റുകളുടെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഔദ്യോഗികമായ ഒരു രേഖ ഉണ്ടാക്കൽ മാത്രമാണ് ജൂലൈയിൽ നടന്നത്, കൈമാറ്റവുമാണ് നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അടിമുടി ദുരൂഹതയും അട്ടിമറിയും വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷനിലെ ഈ